ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് റിവ്യൂ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ പേടിഎം ക്യാഷ് ഏൺ ചെയ്തെടുക്കാം. ഈ ആപ്ലിക്കേഷനിൽ മിനിമം വിഡ്രോൾ എന്ന് പറയുന്നത് 1 രൂപയാണ്. അത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമ്മുടെ പേടിഎം വാലറ്റിലോട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ലൈവായിട്ട് തന്നെ വിഡ്രോ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് പേടിഎം വാലറ്റിലോട്ടും കൂടാതെ UPI-ലോട്ടും ബാങ്കിലോട്ടൊക്കെ വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഞാൻ അധികം പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകണേക്കാൾ മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കണും ഓൾ എന്ന പക്ഷേ സെലക്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് സ്പോട്ടിൽ തന്നെ നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ആ ആപ്ലിക്കേഷൻ നമുക്ക് നല്ല രീതിയിൽ തന്നെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ റിസീവ് ആവുന്നുണ്ട്. ആ ആപ്ലിക്കേഷൻ്റെ അൺലിമിറ്റഡ് റെഫർ ട്രിക്ക് നമ്മൾ നാളെ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരമായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്തിരിക്കുക. ചിലപ്പോൾ നമ്മൾ നാളെയായിട്ട് അപ്ലോഡ് ചെയ്യുക. നെറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ സ്ലോ ആയതുകൊണ്ട് തന്നെ അപ്ലോഡിങ്ങും കാര്യങ്ങളൊക്കെ വളരെ സ്ലോ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്ന ആപ്ലിക്കേഷൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താഴെ കൊടുത്ത ലിങ്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ താഴെ കൊടുത്ത ലിങ്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതുപോലൊരു പേജ് വരുന്നതായിരിക്കും. അതിന് ശേഷം നിങ്ങൾ ഓക്കെ ബട്ടൺ എനേബിൾ ആക്കിയതിന് ശേഷം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടി വരും. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല. അപ്പോൾ ഞാൻ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലൊരു പേജ് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ നെയിം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. റെഫറൽ കോഡ് ഒന്നും എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം നിങ്ങൾ സൈനപ്പ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. സൈനപ്പ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ കൊടുത്ത നമ്പർക്ക് ഒരു OTP സെൻഡ് ആവുന്നതായിരിക്കും. ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. OTP എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അവതാറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു അവതാറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആപ്ലിക്കേഷൻ്റെ മെയിൻ പേജ് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ്റെ മെയിൻ പേജ് ഇതുപോലെയാണ് വരിക. അതിൽ നമുക്ക് ഗെയിംസ് കളിച്ചുകൊണ്ടാണ് നമുക്ക് എമൗണ്ട് കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എൻ്റെ വാലറ്റ് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ വാലറ്റിൽ ഏകദേശം 210 രൂപ ഉണ്ട്. 210 രൂപ ഞാൻ ആഡ് ചെയ്തെടുത്താണ്. അപ്പോൾ ആഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ആഡ് മണി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. കുറച്ച് നമ്മൾ ഗെയിം കളിച്ച് എമൗണ്ട് ഏൺ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് നമ്മൾ പൈസയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 10 രൂപയാണ് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ 10 ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആഡ് വിത്ത് പേടിഎം എന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടി വരും. അത് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പേടിഎം വെച്ചിട്ട് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്താവുന്നതാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ പേടിഎം ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ പേടിഎം നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്താവുന്നതാണ്. അപ്പോൾ ഞാൻ ആരും നിർബന്ധിക്കുന്നില്ല. താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പൈസയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്താൽ മതി. സ്വന്തം റിസ്കിൽ മാത്രം നിങ്ങൾ പൈസയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക. അപ്പോൾ ഞാനിങ്ങനെ ഇതിൽ എങ്ങനെ എമൗണ്ട് കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാമെന്ന് പറഞ്ഞുതരാം. എമൗണ്ട് ഏൺ ചെയ്യാനായിട്ട് നമ്മൾ ഹോം സെക്ഷൻ ക്ലിക്ക് ചെയ്യുക. ഹോം സെക്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കാവുന്നതാണ്. നിങ്ങൾക്ക് പ്ലേ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൽ നമുക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എമൗണ്ടും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അപ്പോൾ നമുക്കിതിൽ ഗെയിംസ് കളിച്ചുകൊണ്ട് മാത്രം നമുക്ക് എമൗണ്ട് കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ പ്ലേ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ 10 രൂപയുടെ ഗെയിമോട് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ 10 രൂപയുടെ ഗെയിം ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ജയിക്കുകയാണെങ്കിൽ ഏകദേശം 35 രൂപയൊക്കെ കിട്ടുന്നതായിരിക്കും. അതായത് ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ 22 ആണ്. പിന്നെ 15, പിന്നെ 7, പിന്നെ 4, പിന്നെ 2 അങ്ങനെയാണ് ഇതിൽ എമൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾ കളിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് തന്നെ കളിക്കുക. അപ്പോൾ ഞാനിവിടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. ഞാൻ 10 രൂപ കൊടുത്ത് ഞാൻ ഇവിടെ ഗെയിമും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഓപ്പണൻറ്റ് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ ഗെയിം എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ നമ്മൾ ആൻസറും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു എമൗണ്ട് തന്നെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുകയുള്ളൂ. ആ ആൻസർ കൃത്യമാവും തന്നെ വേണം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ റിസ്ക്കും കാര്യങ്ങളൊക്കെ പിടിച്ചൊരു ഗെയിമാണ്. അതുകൊണ്ട് തന്നെ കളിക്കാൻ താല്പര്യമുള്ളവർ മാത്രം നിങ്ങൾ ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ചാൽ മതി. ഞാൻ ആരും നിർബന്ധിക്കുന്നില്ല. പിന്നെ നമ്മൾ ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ആൻസറും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് 15 രൂപ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഏൺ ചെയ്ത പൈസ വിഡ്രോ ചെയ്യാനായിട്ട് നിങ്ങൾ വാലറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വാലറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എമൗണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. 213 ആയിട്ടുണ്ട്. 15 രൂപ നമ്മൾ ജയിച്ചപ്പോൾ നമുക്ക് ഏകദേശം 2 രൂപ ടാക്സ് ആയിട്ട് ഈടാക്കുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ നമുക്ക് 13 നമുക്ക് കിട്ടിയത്. അതിനുശേഷം നമുക്ക് ഇങ്ങനെ വിഡ്രോ ചെയ്യാവുന്നതാണ്. വിഡ്രോ ചെയ്യാനായിട്ട് നിങ്ങൾ വിഡ്രോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വിഡ്രോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പേടിഎമ്മിലോട്ടും UPI-ലോട്ടും ബാങ്കിലോട്ടൊക്കെ വിഡ്രോ ചെയ്യുക. അപ്പോൾ ഞാൻ പേടിഎം ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം 1 രൂപ വിഡ്രോ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ പേടിഎം നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ എമൗണ്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ട്രാൻസ്ഫർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും നമ്മുടെ എമൗണ്ടും കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫറായി വന്നിട്ടുണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള എമൗണ്ട് കൂടി എൻ്റർ ചെയ്യാം. അതായത് 212 കൂടി എൻ്റർ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 212 എൻ്റർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ട്രാൻസ്ഫർ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ട്രാൻസാക്ഷൻ സക്സസ്ഫുള്ളായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പേടിഎം ഒന്ന് എടുത്ത് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കും നമുക്ക് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ റിസീവ് ആയത്. ആപ്ലിക്കേഷൻ്റെ പേരിൽ തന്നെയാണ് നമുക്ക് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ റിസീവ് ആയത്. അപ്പോൾ നമുക്ക് 1 രൂപ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമ്മുടെ പേടിഎം വാലറ്റിലോട്ട് റിസീവ് ആയിട്ടുണ്ട്. ടാക്സും കാര്യങ്ങളൊന്നും ഈടാക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് നമുക്ക് 212 നമുക്ക് പേയ്മെൻറ്റ് റിസീവ് ആയോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് 212 നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ റിസീവ് ആയിട്ടുണ്ട്. ടാക്സും കാര്യങ്ങളൊന്നും ഈടാക്കിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് എമൗണ്ട് കാര്യങ്ങളൊക്കെ ഏൺ ചെയ്തെടുക്കാവുന്നതാണ്. ഈ ആപ്ലിക്കേഷനിൽ പൈസയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. അതുകൊണ്ട് തന്നെ താല്പര്യമുള്ളവർ മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ അടുത്തൊരു മണി മേക്കിംഗ് വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.